കോതമംഗലം മണികണ്ഠൻ ചാലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബിജുവിനായുള്ള തിരച്ചിൽ മൂന്നാം ദിവസവും തുടരുന്നു. NDRF-ഉം ഫയർഫോഴ്സും വനം വകുപ്പും സംയുക്തമായി തിരച്ചിൽ നടത്തുകയാണ്. MP ഡീൻ കുര്യാക്കോസും MLA ആന്റണി ജോണും സംഭവസ്ഥലം സന്ദർശിച്ചു. പൂയംകുട്ടി മണികണ്ഠൻ ചാൽ ചപ്പാത്തിലൂടെ നടന്നുവരുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട ബിജുവിനായുള്ള തിരച്ചിൽ മൂന്നാം ദിവസവും തുടരുകയാണ്. NDRF-ന്റെ 2 സംഘവും ഫയർഫോഴ്സ് സ്കൂബ ടീമിന്റെ 2 സംഘവും വനം വകുപ്പിന്റെ 2 സംഘങ്ങളും നാട്ടുകാരും ചേർന്നാണ് വിവിധ മേഖലകളിൽ തിരച്ചിൽ നടത്തുന്നത്. MP ഡീൻ കുര്യാക്കോസും MLA ആന്റണി ജോണും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യനും സ്ഥലത്തെത്തി തിരച്ചിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. തിരച്ചിൽ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായാണ് നടക്കുന്നതെന്നും ബിജുവിനെ ഉടനെ കണ്ടെത്താനാവുമെന്നാണ് പ്രതീക്ഷയെന്നും MP ഡീൻ കുര്യാക്കോസും MLA ആന്റണി ജോണും പറഞ്ഞു. തൊടുപുഴയിൽ 3 ദിവസമായി കാണാതായ ബിജുവിനെ തേടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് NDRF-ഉം ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സേനാ പ്രവർത്തകരും വളരെ ഊർജിതമായി ഇന്നെങ്കിലും കാണാതായ ആളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ്. ഏതായാലും ആ കുടുംബത്തിനും നാട്ടുകാർക്കും ആശ്വാസമേകുന്ന വാർത്ത ഇന്നത്തെ ദിവസം കാണാതായ ആളെ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു പൂർണ്ണ പ്രതീക്ഷയിലാണ് ഉള്ളത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. അൽഫാമുണ്ട്, ബീഫ് റിബ്. അങ്ങനെയാണോ? സ്പെഷ്യൽ ഗ്രീക്ക് സലാഡ് എടുക്കാം. ഏട്ടാ ഒരു അൽഫാം മന്തി, ഒരു കിസ്റ്റം. ഏട്ടാ ഒരു മിറാഷ് മന്തി. ഇനി മതിവരുവോളം കഴിക്കൂ. ദ സോൾട്ട് റെസ്റ്റോറന്റ്.